നമസ്കാരം. യുവത്വം അതൊരു കൊടുങ്കാറ്റാണ് അല്ലേ? വലിയൊരു സാധ്യതയാണ്. ഈ അടങ്ങാത്ത ഊർജത്തെ എങ്ങനെയാണ് നമുക്ക് ശരിയായ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുക? ഇന്ന് നമ്മൾ യുവത്വത്തിന്റെ ശക്തിയെക്കുറിച്ച് രണ്ട് ആഴത്തിലുള്ള കാഴ്ചപ്പാടുകളോടെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന് സ്വാമി വിവേകാനന്ദന്റെ ദർശനങ്ങൾ, മറ്റൊന്ന് ഇസ്ലാമിന്റെ വീക്ഷണം. ഈ രണ്ട് വലിയ കാഴ്ചപ്പാടുകളും യുവത്വത്തിന്റെ എനർജിയെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇതിലും നല്ലൊരു ദിവസം കിട്ടാനില്ല. കാരണം ഇന്ന് ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. ഇന്ത്യ ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്ന ദിവസം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഓരോ യുവതലമുറയ്ക്കും എത്രത്തോളം വലിയ പ്രചോദനമാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങളുടെ യൗവനം അതെങ്ങനെയാണ് നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത്? ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. കാരണം നമ്മളീ സംസാരിക്കുന്ന രണ്ട് ദർശനങ്ങളും ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ചോദ്യമാണിത്. യൗവനം വെറുമൊരു പ്രായമല്ല, നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഏതൊരു വലിയ യാത്രയുടെയും തുടക്കം നമ്മുടെ ഉള്ളിൽ നിന്നാണല്ലോ. യുവത്വത്തിന്റെ ശക്തിയുടെ കാര്യവും അങ്ങനെ തന്നെ. അതിന്റെ ബേസ്, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ കരുത്താണ്. അപ്പോൾ വിശ്വാസത്തിലൂടെയും സ്വയം തിരിച്ചറിവിലൂടെയുമൊക്കെ ഈ കരുത്തെങ്ങനെ നേടാം നമുക്ക് നോക്കാം. സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണിത്. ഇത് വെറുതെ കേട്ട് തള്ളാനുള്ള ഒന്നല്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ ചെറുപ്പക്കാരൻ്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സിംഹത്തെ തട്ടിയുണർത്താനുള്ള ഒരു മന്ത്രം പോലെയാണ്. പക്ഷേ എന്താ ഇതിൻ്റെ ഒരു ആഴത്തിലുള്ള അർത്ഥം? അപ്പോൾ വിവേകാനന്ദൻ പറയുന്നത് ഇത്രയുള്ളൂ: ശക്തിക്ക് വേണ്ടി നമ്മൾ പുറത്തൊന്നും പോകണ്ട, അത് ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇൻഫിനിറ്റ് പവർ, ആ ഒരു അനന്തമായ ശക്തി, അതിനെ നമ്മൾ തിരിച്ചറിയണം. തോറ്റുപോകുമോ എന്ന പേടി അതാദ്യം എടുത്തു മാറ്റിവെക്കുക. എന്നിട്ട് ധൈര്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു പോവുക. ഇതാണ് ആ വാക്കുകളുടെ എല്ലാം കാതൽ. ഇവിടെയാണ് ശരിക്കും ഒരു രസമുള്ള കാര്യം. രണ്ട് കാഴ്ചപ്പാടുകളും ഈ ഇന്നർ സ്ട്രെങ്തിനെ കൊടുക്കുന്ന പ്രാധാന്യം നോക്കൂ. വിവേകാനന്ദൻ പറയുന്നത് സെൽഫ് കോൺഫിഡൻസിനെക്കുറിച്ചാണ്, നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ്. അതേസമയം ഇസ്ലാം യുവത്വത്തെ കാണുന്നത് ഒരു നിയമത്തായിട്ടാണ്. അതായത് ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെയാ നന്ദി കാണിക്കുക? ദൈവത്തിനുള്ള ആരാധനയിൽ, അതായത് ഇബാദത്തിൽ വളർന്നുകൊണ്ട്. കണ്ടില്ലേ, വഴികൾ രണ്ടായിരിക്കാം, പക്ഷേ ലക്ഷ്യം ഒന്നു തന്നെ: ഉള്ളിൽ നിന്ന് കരുത്താർജിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ശക്തിയുണ്ടായി, അത് മാത്രം മതിയോ? പോരല്ലോ, ആ ശക്തി പുറം ലോകത്തേക്ക് എത്തണം. അതിന് രണ്ട് പ്രധാനപ്പെട്ട വഴികളുണ്ട്. ഒന്ന് അറിവ്, രണ്ട് നല്ല സ്വഭാവം. അറിവിന്റെ കാര്യം നോക്കിയാൽ രണ്ട് ഫിലോസഫീസും അതിന് കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. വിവേകാനന്ദൻ പറയുന്നതെന്താ? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡിയുള്ള ആ പെർഫെക്ഷനെ വെളിയിൽ കൊണ്ടുവരുന്ന പ്രോസസ്സാണെന്ന്. ഇനി ഇസ്ലാമിലേക്ക് വന്നാലോ? പ്രവാചകന് കിട്ടിയ ആദ്യത്തെ കൽപ്പന, ആദ്യത്തെ ദൈവീക സന്ദേശം തന്നെ ഇഖ്ര എന്നായിരുന്നു, അതായത് വായിക്കുക. ചുരുക്കി പറഞ്ഞാൽ അറിവില്ലാതെ ഒരു യുവത്വത്തിന് പൂർണ്ണതയില്ലെന്ന് രണ്ടുപേരും ഒരുപോലെ പറയുന്നുണ്ട്. പക്ഷേ അറിവ് മാത്രം മതിയോ? പോരാ, ഒരിക്കലും പോരാ. കാരണം ശരിയായ ഒരു ഡയറക്ഷനില്ലാത്ത അറിവ് ചിലപ്പോൾ അപകടം ചെയ്തെന്നും വരാം. അവിടെയാണ് നല്ല സ്വഭാവത്തിന്റെ, ക്യാരക്ടറിന്റെ റോള് വരുന്നത്. ശരിക്കും ഒരു മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അളക്കുന്നത് അവന്റെ സ്വഭാവം വെച്ചിട്ടാണ്. ഈ ആശയം എത്ര ക്ലിയറായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നോക്കൂ. വിവേകാനന്ദൻ ഹോണസ്റ്റി, മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ മാതൃക. അദ്ദേഹം ഒരു പ്രവാചകനാവുന്നതിനും എത്രയോ മുൻപ് ചെറുപ്പത്തിൽ തന്നെ ആ നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നായിരുന്നു, അതായത് വിശ്വസ്തൻ. ഇതിലും വലിയൊരു എക്സാമ്പിൾ വേണോ ക്യാരക്ടറിന്? അപ്പോൾ ശരി, നമ്മുടെ ഉള്ളിൽ കരുത്തുണ്ട്, നല്ല സ്വഭാവമുണ്ട്. ഇനിയിപ്പോ എന്തു വേണം? ഇതൊക്കെ വെച്ച് വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. ഈ കരുത്ത് നമ്മുടെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് ഉപകാരപ്പെടണം. അതിന് രണ്ട് കാര്യങ്ങൾ വേണം: സേവനം, പിന്നെ നല്ല ആരോഗ്യം. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആരാണെന്നറിയോ? മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവർ. നമ്മുടെ കഴിവും സമയമൊക്കെ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ബെസ്റ്റ് ആവുന്നത്. സെൽഫ്ലെസ് സർവീസ്, അതാണ് പോയിന്റ്. ഇവിടെയും നോക്കൂ, ഈ രണ്ട് ആശയങ്ങളും തമ്മിൽ എന്തുമാത്രം സാമ്യമുണ്ടെന്ന്. വിവേകാനന്ദൻ പറയുന്നത് പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും സേവിക്കുന്നതാണ് ശരിക്കുമുള്ള ഈശ്വര സേവ എന്നാണ്. അവരിലാണ് ഈശ്വരനെ കാണേണ്ടതെന്ന്. ഇസ്ലാം പഠിപ്പിക്കുന്നതോ ദൈവത്തിന്റെ സൃഷ്ടികളെ സഹായിക്കുന്നത് ദൈവത്തിനോടുള്ള നന്ദി കാണിക്കുന്നതിന് തുല്യമാണെന്ന്. സോ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരെ സേവിക്കുന്നതിലൂടെയാണ് നമ്മുടെ ആത്മീയത കംപ്ലീറ്റ് ആവുന്നത് എന്നൊരു കോമൺ മെസ്സേജ് ഇവിടെയുണ്ട്. പക്ഷേ ഈ സേവനമൊക്കെ ചെയ്യണമെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വേണ്ടേ? നല്ല ആരോഗ്യമുള്ളൊരു ശരീരവും മനസ്സും. വെറുതെ ഇരിക്കാനല്ല, പ്രവർത്തിക്കാനാണ് ആരോഗ്യം വേണ്ടത്. അതുകൊണ്ടുതന്നെ ഈ രണ്ട് ഫിലോസഫീസും ഫിസിക്കൽ ഹെൽത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
വിവേകാനന്ദൻ യോഗ, മെഡിറ്റേഷൻ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇനി ഇസ്ലാമിലോ? ശക്തനായ ഒരു വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാൾ അല്ലാഹുവിന് പ്രിയപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത്? കാരണം സിമ്പിളാണ്. നല്ല ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടെ ആരാധനകളും സാമൂഹിക കടമകളുമൊക്കെ ശരിക്കു ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെ വെറും തിയറി മാത്രമാണോ? അല്ല. ചരിത്രം നോക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരുപാട് ചെറുപ്പക്കാരെ കാണാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. ശരിക്കും അത്ഭുതം തോന്നും, അല്ലേ? ഇസ്ലാമിലെ ആദ്യ കാലഘട്ടത്തിൽ വെറും 18 വയസ്സുള്ള ഉസാമ ബിൻ സെയ്ദിനെ ഒരു വലിയ ആർമിയുടെ കമാൻഡറാക്കി നിയമിച്ചു. ചെറുപ്പക്കാരനായ മുവാദ് ബിൻ ജബലിനെ യമനിലെ ഗവർണറാക്കി. ഇതൊക്കെ എന്താ കാണിക്കണത്? അന്നത്തെ സമൂഹം ചെറുപ്പക്കാരിൽ എത്രത്തോളം വിശ്വസിച്ചിരുന്നുവെന്നും അവർക്ക് എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ധൈര്യം കാണിച്ചിരുന്നുവെന്നുമല്ലേ? ഓക്കെ, ഈ ആശയങ്ങളും ചരിത്രത്തിലെ ഉദാഹരണങ്ങളും ഒക്കെ നമുക്ക് വലിയ ഇൻസ്പിറേഷനാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം ഇതാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇന്ന് ഈ നിമിഷം നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ യൗവനം നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം? വിവേകാനന്ദന്റെ ആശയങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളാണിത്. ബ്ലഡ് ഡൊണേഷൻ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലെ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്, പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാറുകൾ വയ്ക്കുന്നത്, ഇതൊക്കെ നമ്മളെയും നമ്മുടെ സമൂഹത്തെയും ഒരുപോലെ വളർത്തും. അതുപോലെ തന്നെ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില കാര്യങ്ങൾ: അതിരാവിലെ എഴുന്നേൽക്കുക, കുറച്ചുനേരം ഖുർആൻ വായിക്കാൻ മാറ്റിവെക്കുക, എക്സസൈസ് ഒരു ശീലമാക്കുക, എല്ലാ ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കുക, പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഫാമിലിയോടൊപ്പം കുറച്ച് സമയം കണ്ടെത്തുക. ഈ ചെറിയ ചെറിയ ശീലങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അവസാനം നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നമ്മുടെ വിധിയുടെ ശില്പികൾ നമ്മൾ തന്നെയാണ്. നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. മറ്റുള്ളവരെയോ സാഹചര്യങ്ങളെയോ കുറ്റം പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഈയൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ മാറ്റങ്ങൾ താനേ വരും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം ചുരുക്കം ഇതാണ്. യുവത്വം അത് വെറുതെ അടിച്ചുപൊളിച്ച് തീർക്കാനുള്ള ഒരു സമയം മാത്രമല്ല, അതൊരു വലിയ അനുഗ്രഹമാണ്. അതേസമയം അതൊരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. നമുക്ക് കിട്ടിയ ഈ ശക്തി, ഈ സമയം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ അപാരമായ ശക്തി, ആ ഒരു എനർജി, അത് നിങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിക്കുക, എന്നിട്ട് പ്രവർത്തിച്ചു തുടങ്ങുക.